നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വില നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണത്തിൻ്റെ വില ആക്ച്വലായിട്ട് ഏറിയിരിക്കുന്നു. 13,950 ഇപ്പോൾ. രാവിലെ നോക്കിയായിരുന്നു. അതായത് വെള്ളി രാവിലെ കണ്ടതിലിരുന്ന് ഇന്ന് കുറച്ച് ഏറിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ചും കൂടെ കയറിയിട്ട് പിന്നെ ഇറങ്ങിയതാണ്. ഇപ്പോൾ 13,950 ഇരിക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 17,818 വെള്ളി വിൽക്കുന്ന വില 2,33,000 ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലാണിത്. പർച്ചേസ് പ്രൈസ് വന്നിട്ട് 220, 225 അടുത്തിരിക്കും. വാങ്ങുന്ന വിലയെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. 95.25 രൂപ. നഷ്ടത്തിൽ വരും. 88 അടുത്താണ് ഇരിക്കുന്നത് ബ്രണ്ട്. ബ്രണ്ടിന് എന്താണ് ഈ പ്രോബ്ലം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാമെന്ന്. രാവിലെ 50 പോയിന്റ് വരയ്ക്കും നെഗറ്റീവ് ആയിരുന്നു. അതിൻ്റെ ശേഷം കയറ്റി അതിനെ ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. IT, മെറ്റൽ, ആട്ടോ, ഫാർമ, FMCG ഇതൊക്കെ നോക്കുമ്പോൾ FMCGയും കാലിയാണ്. ഇന്ന് രാവിലെ നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ടൈറ്റൻ 3% അപ്പ്, ഹീറോ ആൽമോസ്റ്റ് 3% അപ്പ്, തങ്കമയിൽ 2.1% അപ്പ്, ഐഡസ് 2.25% ഡൗണ്. ടൈറ്റൻ 5000 ക്രോസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്തെന്ന് വെച്ചാൽ അമേരിക്ക ഇന്ത്യയുടെ മേലെ സാങ്ഷൻ താക്കുതൽ ക്ലെയിം ചെയ്തിരിക്കുന്നു. റഷ്യ ഇറാൻ്റെ അടുത്തിരുന്ന് എണ്ണ വാങ്ങിയെങ്കിൽ 100% ടാരിഫ് ഇടും. ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് വായന തുറന്നില്ല. ടാരിഫ് തീർച്ചയായിട്ടും ഇരിക്കും. ഇത് കാരണം റഷ്യൻ ഓയിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റൂല, ഇറാൻ ഓയിൽ വാങ്ങാൻ പറ്റൂല. അപ്പം നമ്മളെ പാട് ഭയങ്കര പാടാണ്. ധൈര്യമായിട്ട് ഈ പ്രഷറിനൊന്നും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റൂല. സോ ഇത് നമുക്കൊരു ലോങ് ടേമിലൊരു ഡാമേജ് ആണ്. ഇത് മാർക്കറ്റിൻ്റെ പൊസിഷൻ അഫക്റ്റ് ചെയ്യും. US $60 days ജോബ് ഗ്രേസ് പീരിയഡ് ഉണ്ടായിരുന്നു. നേരത്തെ H1B വീസ ആയിരുന്നു. I-140 ഇരിക്കുവാണെങ്കിൽ 2 മാസത്തിൻ്റെ അകത്ത് നിങ്ങൾ ജോലി എടുക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഭാഗവാദർ ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ 2 മാസമൊന്നും പറ്റൂല. നേരത്തെ ജോലി പോയെങ്കിൽ നാളെ തന്നെ ജോലിയിലിരുന്ന് വീട്ടിലയക്കും. ഇത് ഇനി കോർട്ടിൽ പോവും. കോർട്ടിൽ പോയി ഇനി തീരുമാനമെടുത്ത് വരണ വരയ്ക്കും നമ്മൾ കാത്തിരിക്കേണ്ടത് തന്നെ. അതുപോലെ ഇറാൻ വന്നിട്ട് സ്ട്രേറ്റ് ഹോമോസിൽ ചെന്ന് ഏത് ഡീലും സംസാരിച്ചില്ല. ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇത് കാരണം ഇതിൽ ഹയർ ഓയിൽ പ്രൈസസ് ഇരിക്കും. ഇതിലിരുന്ന് എന്തറിയാൻ പറ്റുന്നാൽ ഹോമോസിൽ ഏതൊരു ഡീലും വന്നില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇതൊരു ന്യൂസ്. അടുത്ത് മെഡ്രാസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. തമിഴ്നാട്ടിൽ 26 27 പേരിനെ മണി മ്യൂളായിരുന്നതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 100 പേരിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 100 പേര് മണി മ്യൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ ട്രേഡിംഗ് ആപ്പിൽ പല ആൾക്കാർ പറ്റിക്കാൻ പറ്റിരിക്കുന്നു. അവരെ കാശിന് അതായത് മണിമൂ എന്ന് പറയുന്ന ആൾക്കാർ അക്കൗണ്ടിൽ ഇട്ടാണ് ഇവരെടുത്തിട്ടുള്ളത്. ഇവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ട്രേഡിംഗ് ചെയ്യാമെന്ന് പറയുന്ന ആപ്പ് ICICI ഇതുപോലെ വലിയ വലിയ ബ്രാൻഡിനെ വെച്ചാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്, ഓഫീസ് നോക്കാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ. 100 പേരെന്ന് പറയുന്നതല്ല മുഴുവൻ നമ്പർ. ഇന്നും എത്ര പേർ അകപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് IFS സ്കാമും നടന്നത്. വാതുറക്കാൻ പറ്റാതെയാണ് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഗോൾഡ് ETF ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലിരുന്നും ഒരുപാട് ആൾക്കാർ വാങ്ങുന്നു പറഞ്ഞൊരു റൂമർ ഇരിക്കുന്നു. കാരണം ഗോൾഡിൻ്റെ ETF ഒരുപാട് ബിലോ വന്നിരിക്കുന്നു. ടോട്ടലായി ലാസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ നമ്പർ ഇപ്പോൾ ട്രിപ്പിൾ ആയിരിക്കുന്നു. അത് 200 അടുത്ത് 243 എന്നിരുന്ന നമ്പർ 731 ആയിരിക്കുന്നു. 731 മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഗാരി ചെയ്തിരിക്കുന്നു. ഇതിൽ 10% ലോസ് 46 പേർക്കാണ്. ഒരു ഹെവി ലോസ് ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ടിലൊന്നും എടുത്തുകൊണ്ട് ബോണ്ട് ഇടാൻ അറ്റ്ലീസ്റ്റ് 9-11% വട്ടിയെങ്കിലും നമുക്ക് മിച്ചമാവും. SBI പോയ മാസം ഇറാൻ പീസ് ഡീൽ വിചാരിച്ച് നെറ്റായിട്ട് $100 ബില്യൺ മേളാണ് സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ തിരികെ നെഗറ്റീവായിട്ട് പോയത് എന്ത്, ഇറാനിലുള്ള വാർ തീർന്നു എന്ന് വിചാരിച്ചവർ ചെയ്ത കാര്യങ്ങളാണ്. ടൈറ്റൻ പെട്ടെന്ന് കയറിയതിൻ്റെ കാരണം പ്രോഫിറ്റ് 63% ഏറിയിട്ടുള്ളത്. ഇത് സെയിൽസ് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ മാർജിൻ എക്സ്പാൻഡ് ആയിരിക്കുന്നു. മാർജിൻ എക്സ്പാൻഡ് ആയ കാരണമാണ് ട്രേഡ് ആയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ജുവലറി വന്നിട്ട് 38% ഗ്രോ ആയിട്ടുള്ളത്. 16,943 crores. ക്യാരറ്റ് ലൈൻ 40% ഗ്രോ ആയിരിക്കുന്നു. ഈ വർഷം ഇതുവരയ്ക്കും 22 പുതിയ കടയെ അവർ തുറന്നിരിക്കുന്നു. സൈഡ് ഇന്ത്യ ബിസിനസ് വളരെ നന്നായിട്ട് ഏറിയിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത് ഡമാസും ഉണ്ട്. ഡമാസിനെയും ചേർത്താണ് ഈ ബിസിനസ് നടന്നിരിക്കുന്നു എന്നത് നിങ്ങൾ മറക്കരുത്. 90% ഓഫ് ദി റവന്യൂ വന്നിട്ട് ഗോൾഡ് ജുവലറിയാണ്. ഈ 10% ഇരിക്കുന്ന എല്ലാവരും വാച്ചസ്, കണ്ണാടി, ഫ്രാഗ്രൻസസ്, ബാഗ്, ബെൽറ്റ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയും ഗ്രോത്ത് വളരെ കണ്ടിന്യൂസായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത്.
കുറച്ച് ഈ പ്രാവശ്യം റവന്യൂ തീർന്നത് 6-15% ഇരിക്കുന്ന ടാക്സ് ആണ് കാരണം വളരെ കുതൂഹലമായിട്ട് നിങ്ങൾ മാർക്കറ്റിനെ കയറ്റുവാണെങ്കിൽ അളവിലുന്നത് നടക്കും. ട്രസ്റ്റ് ഈ ആഴ്ചയിൽ ഇതിനെ അവർ എതിർനോക്കുന്നു. കാരണം ഹൈ സ്റ്റേക്സ് ടാറ്റ സൺസ് AMG വരുന്നു. ടാറ്റ സൺസ് AGMൽ കാര്യം എന്തെന്ന് വെച്ചാൽ ചന്ദ്രശേഖറിന് പൊസിഷൻ കൊടുക്കുമോ ഇല്ലയോ ആ തീരുമാനത്തിന് ന്യൂൽ ടാറ്റ എടുക്കാം. സോ ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് രതൻ ടാറ്റ ട്രസ്റ്റിനെ ഫേസ് ചെയ്തിരിക്കുന്നു. ടാറ്റ AMG ഈ ഫാർമസി ഡിസ്കൗണ്ട് വന്നില്ലെന്ന് തള്ളി വെച്ച് ബട്ട് ഡ്രഗ്സ് അത്രയും ചീപ്പായി കൊടുക്കുന്നതില്ല. ഇതൊരു ഇമ്പൾസ് ബൈയിങ് അല്ല, ഒരു റെഗുലർ പർച്ചേസ് ആണ്. ടാറ്റ വിശ്വസിക്കുന്നു 309 കോടി രൂപ ടേൺ ഓവർ ഇരിക്കുമ്പോൾ 55% എടുത്തായിരുന്നു. അവിടെ നിന്ന് 10 മടങ്ങ് ടേൺ ഓവർ ഏറിയായിരുന്നു. അഗ്നോസ്റ്റിക് ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇതിരുന്ന് ടാറ്റ 600 കോടി രൂപ ടേൺ ഓവർ കൊണ്ട് എടുത്തിട്ടുണ്ട്. കമ്പനി നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കുന്നു. ഇതിൻ്റെ മേളിൽ ഒരു ഡീറ്റെയിലും കമ്പനി കൊടുക്കുന്നില്ല. എഡസ് ലൈഫ് സയൻസസിന് US FDA അപ്രൂവൽ കിട്ടിയിരിക്കുന്നു. സർജിക്കൽ ഇമ്മ്യൂണിറ്റി മരുന്നിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എക്സ്ക്ലൂസീവ് ഒരു ഓഫർ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലും മറ്റേ എമർജിംഗ് മാർക്കറ്റിലും ഫാർമയുടെ പവർ വന്ന് ബസ് ഫാർമയ്ക്ക് 2 സൈഡായിട്ട് ചെന്നിരിക്കുന്നു. എല്ലാം തന്നെ ഇന്ത്യൻ കമ്പനി സൺ ആർബിംലോലൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. അതേസമയം ഡോക്ടർ റെഡ്ഡി നാക്കോയൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ ലോസസിനൊക്കെ മേക്ക് ചെയ്യാൻ സമയമെടുക്കും. കാരണം അവിടെ സ്ലോ ഡൗൺ ആയിരിക്കുന്നു. ഹീറോ മോട്ടോർ കാർപ്പ് വന്നിട്ട് 2 വീലർ റിക്വസ്റ്റിൽ ഡബിൾ പാർട്ട് ഗ്രോത്ത് വരും 2027 എന്നാണ് പറയുന്നത്. മാരുതി RC ഭാഗ്യം എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിൽ 6 മില്യൺ യൂണിറ്റ് കാർ റെഡി ചെയ്യുമെന്നാണ് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷനാണ്. ആ സിഗ്നിഫിക്കൻറ്റ് പോർഷനിൽ സ്മാൾ കാർസ് ഇരിക്കുമെന്ന് പറയുന്നു. ഹീറോ മോട്ടോർ കാർപ്പ് വന്ന് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെ 2027 ലോഞ്ച് ചെയ്യുന്നതായിട്ടാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ആഗ്നസെന്റ് വന്നിട്ട് 5 വർഷം IT ഓപ്പറേഷന് നടത്താൻ വേണ്ടിയിട്ട് നവ ടെസ്റ്റിംഗ് ഡീൽ ഇട്ടിരിക്കുന്നു. FMCG എന്ത് പറയുന്നു എന്നാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഈ നെസ്ലെ ITC ഒക്കെ പറയുന്നത് പ്രൈസ് ഹൈക്ക് വരും. കാരണം ഇൻപുട്ട് കോസ്റ്റിനും ഡിവൈഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം പ്രൈസ് ഹൈക്ക് ഡെഫിനറ്റ് ആയിട്ട് വരും. ഒരുപാട് ദിവസം കൊണ്ട് വില കയറുന്നതിനെ കുറിച്ച് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എസെൻഷ്യൽ ഓയിലിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. യുക്രൈൻ റഷ്യ വാർ വന്നിട്ട് സൺഫ്ലവർ ഓയിലിനെ ലോസ് ആക്കും എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പോയിന്റിനൊപ്പം FMCG ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻപുട്ട് കോസ്റ്റ് ഒക്കെ എലിവേറ്റഡ് ആയിരിക്കുന്ന കാരണം എല്ലാത്തിൻ്റെ പ്രീമിയം പ്രോഡക്ട്സും വില കയറുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നു. NVIDIA വന്നിട്ട് ബാർഗറ്റ് ഡേറ്റാ സെൻറ്ററിൽ $3 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. മഴ പെയ്തില്ലേ എന്നൊരു സംശയം വരുന്നു. കാര്യമുണ്ട്, മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കുട വാങ്ങിക്കും. എത്രയും പ്ലാസ്റ്റിക് കുട ഫ്ലിപ്കാർട്ടിൽ പോയ കൊല്ലം വിറ്റു. ഈ കൊല്ലമും എത്രയും പ്ലാസ്റ്റിക് കുട ഇരിപ്പ്, പിന്നെ വാട്ടർ പ്രൂഫ് റെയിൻ കോട്ട്. ഇതിൻ്റെ കണക്കൊക്കെ നോക്കിയാൽ തന്നെ മോൺസൂൺ സക്സസ് ഓഫ് ഫെയിലിയർ ആയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരാളായിട്ട് ജൂലൈ മാസം പ്ലസ് ആയിരുന്നാലും ഇത് ഒരു 12-15% കുറവായിട്ടാണ് ഇരിക്കുന്നു. 6% ലോങ് ടേം ആവറേജ് എന്ന് ആയിട്ട് പറയാൻ പെടുന്നു. ഈ വർഷം അഗ്രികൾച്ചർ നമ്മൾ ഈ ക്ലൈമാറ്റിക് കണ്ടീഷനെ ഫേസ് ചെയ്യുന്നത് വളരെ പാടായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.